ഹലോ, ദിസ് ഇസ് സ്റ്റോറീസ് ബൈ കൊച്ചു വക്കീൽ. ഇന്നത്തേത് ഒരു ആവേശം മൂത്ത് ഗുലാബ് ജാം ഉണ്ടാക്കിയ കഥയാണ്. വെറുതെ ഇരുന്നപ്പോൾ യൂട്യൂബും കുത്തി നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഷോർട്സിലേക്ക് വന്ന വീഡിയോ ആയിരുന്നു അത്. വെറുതെ അത് നോക്കി ഉണ്ടാക്കി വൻ ഫ്ലോപ്പ് ഐറ്റം ആയിരുന്നു. ഇനി എൻ്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ ബ്രെഡിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഏതായാലും ബ്രെഡിൻ്റെ പ്രശ്നമാണെന്നും പറഞ്ഞ് തല ഉരണമായിരിക്കും നല്ലത്. വളരെ പ്രൊഫഷണലായിട്ട് ഉണ്ടാക്കാൻ നോക്കിയതാണ്, പക്ഷേ അത് വൻ പാളിച്ചയായിപ്പോയി. ഇങ്ങനത്തെ സംഭവബഹുലമായ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വീട്ടിലാർക്കും വേണ്ടാത്ത പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഇല്ലാത്ത സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കാം. ഇത് ഞാൻ പൈസ കൊടുത്ത് ഗുലാബ് ജാം ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ച ബ്രെഡാണ്. അത്രക്ക് ആത്മാർത്ഥതയൊന്നും കാണിക്കണ്ട. ചീത്തായി പോയിട്ടുണ്ടെങ്കിൽ ഉമ്മിമാരുടെ കയ്യിൽ നിന്ന് വെറുതെ തലക്കിട്ട് കൊട്ട് കിട്ടും. എന്തിനാ വെറുതെ. ഗുലാബ് ജാമുൻ അല്ല, ബ്രെഡ് ജാമുൻ. ഇതിനി എത്ര നാളത്തേക്ക് ഇവിടെ ഇരിക്കുവോ ആവോ. ഇനിയിപ്പോൾ കുഴപ്പമില്ല, കണ്ണീരൊക്കെ തുടച്ച് ഇത് നമുക്ക് സെർവ് ചെയ്യാം. ആരും കഴിക്കാത്തതുകൊണ്ട് വീഡിയോ ഒന്നും പിന്നെ എടുക്കാൻ പറ്റില്ല, അത് കാരണം കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഓക്കേ.